ഹേയ് ഗൈസ്, നിങ്ങളിപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ JDM കാറ് കണ്ടോ? ഇത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. അറിയാത്തവർക്കായിട്ട് പറഞ്ഞുതരാം. ഇത് മിസ്റ്റുബിഷിൻ്റെ ലാൻസർ എവല്യൂഷൻ എന്ന് പറയുന്ന കാറാണ്. എനിക്ക് തോന്നണേ നമ്മുടെ കേരളത്തിൽ ഈ കാറിന് വലിയൊരു ഫാൻ ബേസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്ന മൂവിയിൽ പോൾ വാക്കർ ഇങ്ങനത്തെ ഒരു എവല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ ഞാൻ ഈ കാറിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ. ഞാൻ ഈ കാറ് വാങ്ങിയത് ഫേസ്ബുക്കിലെ ഒരു ഗ്രൂപ്പിൽ നിന്നാണ്. എനിക്ക് തോന്നുന്നത് 899 റുപ്പീസിന് എന്തോണ് ഞാൻ വാങ്ങിയത്. പക്ഷേ ഞാൻ ഈ കാറിന് പല സ്ഥലത്തും പല പ്രൈസും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എക്സാക്ട് പ്രൈസ് എത്രയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ 899 ആണ് വാങ്ങിയത്. ഞാൻ ഈ കാറ് മാത്രമല്ല ഒരെണ്ണം കൂടെ എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ഞാൻ ആദ്യം കണ്ടത് ഈ കളറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഓർഡർ ചെയ്തതാണ്. അപ്പോഴാണ് ഞാൻ ഈ കളർ കണ്ടത്. അപ്പോൾ ഇതും വാങ്ങി. എന്തിനാണ് രണ്ടെണ്ണം വാങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഈ കാറ് നമ്മുടെ പോൾ വാക്കർ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ എടുത്ത ആ ഒരു മോഡലിലേക്ക് ഇത് മാറ്റിയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ കസ്റ്റം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടെണ്ണം വാങ്ങിയതിൻ്റെ ഉദ്ദേശം. സോ ഇത് ഒരു ഒഫീഷ്യൽ ലൈസൻസ്ഡ് കാറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കൂടെ ബോക്സോ സ്റ്റാൻഡോ അല്ലെങ്കിൽ ആക്രിലിക് കേസോ അങ്ങനത്തെ ഒന്നും തന്നെ എനിക്ക് ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു കാറാണ്. അത് ഞാൻ ഡീറ്റെയിലിംഗ് കാണിച്ചു തരുമ്പോൾ പറഞ്ഞുതരാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ മോഡൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് സ്റ്റോക്ക് കണ്ടീഷനിൽ നിന്നും അത്യാവശ്യം മോഡിഫൈ ചെയ്തിട്ടുള്ള ഒരു കാറാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നില്ല, ഇതിൻ്റെ ഹെഡ് ലൈറ്റ്, ബമ്പർ, അതുപോലെ തന്നെ അതിൻ്റെ സ്പ്ലിറ്റേഴ്സ്, ഹുഡ് എല്ലാം തന്നെ അത്യാവശ്യം ഒരു സ്പോർട്ടി ക്യാരക്ടർ തരുന്ന രീതിയിലാണ് അത് കസ്റ്റം ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹുഡ്, ഡോസ്, പിന്നെ ബാക്കിൽ ബൂട്ട് അതൊക്കെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിക്കോട്ടോ. ആണല്ലേ, ഇതിൻ്റെ ഹുഡ് ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിൻ്റെ എൻജിൻ ബേയും അത്രയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ സൈഡിലെ ഡോസ് എല്ലാം തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യുന്നതനുസരിച്ച് ഈ ഡോസിൻ്റെ ഒക്കെ സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ട് കേൾക്കാം കേട്ടോ. ഒരു സൈറൻ കേൾക്കാൻ പറ്റും. അല്ലേ, നമ്മൾ ഈ റിയൽ കാസുകളൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോൾ, റിമോട്ടിൽ അൺലോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ സൈറൻ കേൾക്കാം. അതുപോലത്തെ ഒരു സൗണ്ടാണ് ഈ കാറിൽ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ 4 ഡോർസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതിൻ്റെ 4 ഡോർസും ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ബൂട്ടും തുറക്കാൻ പറ്റും. കണ്ടില്ലേ. പിന്നെ ഇതൊരു ബാറ്ററിയിലാണ് ഈ കാറ് ബിൽറ്റ് ചെയ്തേക്കുന്നത്. കാരണം ഇതിൻ്റെ ഹെഡ് ലൈറ്റും ടെയിൽ ലൈറ്റും ഒക്കെ തന്നെ നമുക്ക് ഒരു സ്വിച്ച് ഉണ്ട്. അത് നമുക്ക് ഓൺ ചെയ്തിട്ട് നമുക്കിതെല്ലാം തന്നെ എന്താ പറയുക കത്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് ഉണ്ടോ, നിങ്ങളതിൻ്റെ ഹെഡ് ലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ റയർ സൈഡ് നോക്ക്. പിന്നെ ഇതിനകത്തൊരു എൻജിൻ സൗണ്ട് വരുന്നുണ്ട്. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അത് ഞാൻ ഇതിൽ കേൾപ്പിച്ചു തരാം. കണ്ടില്ലേ, കംപ്ലീറ്റ്ലി ഒരു വെറൈറ്റി ആയിട്ടുള്ള കാറാണ്. ഇപ്പോൾ രണ്ടും സെയിം തന്നെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് റെയർ സൈഡിൽ നമുക്ക് ഇതിൻ്റെ സ്പോയിലർ കാണാൻ പറ്റും, റൂഫ് ടോപ്പ് ഷാർക്ക് ആൻറ്റിന കാണാൻ പറ്റും. പിന്നെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സ്കേർട്ട്, പിന്നെ റബ്ബർ ടയേഴ്സ്, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഡിസ്ക് പാഡ്, അത്രയും ഡീറ്റെയിൽസ് എല്ലാം തന്നെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ലോഗോ മിസ്റ്റുബിഷി ലാൻസറിൻ്റെ ഉള്ള എന്താ പറയുക എവല്യൂഷൻ എഴുതിയിട്ടുള്ള ഒരു പ്ലേറ്റ് നമുക്ക് ഫ്രണ്ട് നോക്കിക്കഴിഞ്ഞാലും ബാക്കിലും അതുപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിലും ഡിഫ്യൂസറും എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും, ഇതിന് ഇൻറ്റീരിയറിലാണെങ്കിലും അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഉള്ളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ബക്കറ്റ് സീറ്റ്സുകൾ കാണാൻ പറ്റും. ഈ ബക്കറ്റ് സീറ്റ്സുകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അത് നമുക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഇതിൻ്റെ സീറ്റ്സ് നമുക്ക് ബെൻഡ് ചെയ്യാനും പറ്റും. ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ആ മറ്റേ സീറ്റ്സുകൾ കണ്ടില്ലേ ബെൻഡായിട്ടിരിക്കണേ. അത്രയും ഡീറ്റെയിലിംഗ് ഒക്കെ ഈ കാറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര എന്താ പറയുക, ഞാൻ ഹാപ്പിയാണ്. കാരണം ഇത്രയും ചെറിയ ഒന്നാമത് ചീപ്പ് റേറ്റ് ഇത്രയും ഡീറ്റെയിൽസ് കൊടുക്കുക എന്നുള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ബാക്കിലെ ടയേഴ്സ് നമ്മൾ റോൾ ചെയ്യുന്നതിനനുസരിച്ച് അല്ലേ അത് സ്പിൻ ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഈ മിസ്റ്റുബിഷിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വോൾക്സ്വാഗൻ്റെ കോംബിയാണ്. ഇതും ഇതേപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും ഈ മോഡലിനും ഉണ്ട്.
പക്ഷേ ഇതിൻ്റെ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ ഒന്നും തന്നെ വർക്ക് ചെയ്യില്ല. ആകെ വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ റെയറിൽ വരുന്ന ടെയിൽ ലൈറ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അത് മാത്രമേ ഞങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം വെച്ചാൽ ഞാൻ ഇത് വന്ന സമയത്ത് ഇതാണ് ഞാൻ ആദ്യം പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് അഴിച്ചു നോക്കിയപ്പോൾ ഇതിൻ്റെ വയർ എല്ലാം കട്ടായിപ്പോയി. പക്ഷേ നമുക്കത് വയേഴ്സ് എല്ലാം ഒരു ഇലക്ട്രിക് ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. പക്ഷേ ഇതും ഞാൻ മേടിക്കുന്നത് ഒരു കാലിക്കറ്റുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. അവർക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട്. ഞാൻ അവരോട് സംസാരിച്ചു, അവരെനിക്ക് മോഡൽ കാണിച്ചു തന്നു. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച ഒരു മോഡൽ വിത്തിൻ 2 days ആണ് എനിക്ക് ഡെലിവറി ആയത്. ഈ കോമ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ ഡോർസുകളെല്ലാം തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ 2 ഡോറ് വരുന്നുണ്ട്, അതും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതും ഒരു ഒഫീഷ്യൽ ലൈസൻസ്ഡ് കാറൊന്നും അല്ല, പക്ഷേ നമുക്ക് എന്തുകൊണ്ടും ഷോക്കേസിൽ എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു കാറാണ്. ഇപ്പോൾ ഇതിൻ്റെ മുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സർഫിംഗ് ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. നല്ല രസമുണ്ട്. കാരണം ഒരു മൊത്തത്തിൽ കാറൊന്ന് ലോ ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒന്ന് സസ്പെൻഷനൊക്കെ ഒന്ന് താത്തിയ പോലെ ഉണ്ട്. അപ്പോൾ ഒരു കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 1500 സംതിങ് ആണെന്ന് തോന്നുന്നു. ആ റേറ്റ് എന്തോ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. സോ അത്രയൊക്കെയുള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ചെറിയ രീതിയിലാണെങ്കിലും വ്യൂവേഴ്സൊക്കെ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തതിന്. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ പുതിയ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട്. സോ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ സ്കെയിൽ മോഡലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.